ക്രിക്കറ്റ് ലോകം ഇന്ന് സാക്ഷീകരിച്ചത് ഒരു മലയാളി പയ്യൻ്റെ ബാറ്റിംഗാണ്. ഇന്ത്യയെ സെമിയിലെത്തിച്ച ആ വീരോചിതമായ ഇന്നിങ്സ് എത്ര വർണ്ണിച്ചാലും മതിയാവില്ലാത്ത ഇന്നിങ്സ്. 89 റൺസ് 50 ബോളിന് ഹ്യൂജ് നോക്ക് സഞ്ജു സാംസൺ. ഇതും വേറെ വാക്കുകളല്ല, കളി കണ്ടു ഇരുന്നവരെ മുൾമുനയിൽ നിർത്തിയൊരു മാച്ചായിരുന്നു. ഷോർട്ട് ആർച്ചറിനൊക്കെ ലോങ് ഓണിലും മിഡിൽ ഓണിലും മോളിക്കളെ ആകാശത്തെ ചുംബിച്ച് ബോൾ പറന്നിറങ്ങിയപ്പോൾ ഓരോ മലയാളികളും നെഞ്ചിൽ ആഹ്ലാദം അലയടിക്കുകയായിരുന്നു. വിമർശകർ കഴിഞ്ഞ് ടീമിൽ നിന്ന് പുറത്തായി എന്ന സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ടീമിൻ്റെ രക്ഷകനായി മാറാൻ കഴിയുമെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ ഇന്ന് കഴിഞ്ഞുള്ളൂ, സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ദ ഹീറോ. നിർണായക കളിയിൽ സഞ്ജു സാംസൺ 8 4-ഉം 7 6-ഉം അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൻ്റെ. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ നിശ്ചിത 5 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഇംഗ്ലണ്ടിന് വിജയലക്ഷ്യമായി കൊടുത്തു. സഞ്ജു സാംസണാണ് മുന്നിൽ നിന്ന്. സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്ത് പകർന്നത്. സഞ്ജുവിൻ്റെ ഒരു ക്യാച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ വിട്ടുകളിഞ്ഞായിരുന്നു 15 നിന്നപ്പോൾ. അത് സെമിഫൈനൽ തന്നെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് നഷ്ടമായതെന്ന് പിന്നീട് തെളിയിച്ചു സഞ്ജു. അന്ന് അവിടെ തോറ്റു കൊടുക്കാൻ ഇംഗ്ലണ്ട് തയ്യാറായിരുന്നില്ല. അത് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ഇച്ചിരി 5 റണ്ണെടുത്ത് ഫിൽസെറ്റ് പോയെങ്കിലും ജോസ് ബട്ട്ലറും പിന്നെ ജേക്കബ് ബെത്തിലും കൂടെ ചേർന്ന് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മത്സരം തട്ടിയെടുത്തിട്ട് പോകുമോ എന്ന് തോന്നിച്ചെങ്കിലും വരുൺ ചക്രവർത്തി ജോസഫിനെ പറഞ്ഞു വിടുകയായിരുന്നു. പിന്നാലെ എത്തിയ ഹാരി ബ്രൂക്കിനും ബാറ്റിങ്ങിനും തിളങ്ങാൻ കഴിയാതെ വിജയം ഇന്ത്യക്കാന്ന് ഉറപ്പിച്ച സ്ഥലത്തു നിന്നാണ് ജേക്കബ് ബെറ്റിലും വിൽ ജാഡ്സനോട് നയിച്ച പാർട്ണർഷിപ്പോടെ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിയത്. വിൽ ജാഡ്സൺ 40 റണ്ണും ജേക്കബ് ബെറ്റിൽ 104 റണ്ണും എടുത്ത് അയച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യയെ ഒന്ന് വിറപ്പിച്ചു. ജയസൂര്യയുടെ 4 ഓവറാണ് ക്രൂഷ്യലായത്. പിന്നെ അക്ഷയ് പട്ടേലിൻ്റെ ക്യാച്ചും എടുത്തു പറയേണ്ട കാര്യമാണ്. അക്ഷയ് പട്ടേൽ ഫീൽഡിങ്ങിൽ കാഴ്ചവെച്ച ആ മാസ്മരിക പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിച്ചത്. പിന്നെ അക്ഷദീപും ആദ്യം കുറച്ച് അടി വാങ്ങിയെങ്കിലും അവസാന 2 ഓവർ ക്രൂഷ്യൽ ആയിട്ട് എറിഞ്ഞു. ആ ബുംറയുടെയും അക്ഷയ് പട്ടേലിൻ്റെയും അക്ഷദീപിൻ്റെയും ആ 3 ഓവറാണ് കളിയുടെ ഗതി മാറ്റിയത്. പിന്നെ ജേക്കബ് ബെറ്റിൽ അവസാന ഓവറിൽ ആദ്യ ബോളിൽ റണ്ണൗട്ടായതും ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി. സഞ്ജു സാംസണാണ് 2ാം തവണയും ഇന്ത്യയുടെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയത്.
അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.